ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. ഒരു KSRTC ഡ്രൈവർ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് മൊബൈൽ നോക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറുടെ കയ്യിലാണല്ലേ ആ ബസ്സിലുള്ള എല്ലാ ആൾക്കാരുടെയും ജീവൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു തെറ്റുകൊണ്ടോ ഒരു അപകടം സംഭവിക്കുവാണെങ്കിൽ ആ ബസ്സിൽ എത്രയോ ആൾക്കാരുണ്ടാവും, അവരൊക്കെ അപകടത്തിലാവും. നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, എല്ലാം കാണാറുണ്ടെങ്കിലും കേൾക്കാറുണ്ടെങ്കിലും ആരും പഠിക്കുന്നില്ല. ഇവരൊക്കെ തന്നെ, അതായത് KSRTC ജീവനക്കാരാണ്, ബസ് ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടച്ചിന്റെ ഫോണിട്ട് ഇങ്ങനെ ടച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഉള്ള നായിന്റെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞോണ്ടല്ലേ, ഇതുപോലുള്ള അവസരങ്ങളിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവറോ അല്ലെങ്കിൽ അവർ ഇതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള യാത്രക്കാർ പ്രതികരിക്കണം. കാരണം നമ്മൾ ആ ഒരു ഡ്രൈവറെ വിശ്വസിച്ചാണ് അതിലിരിക്കുന്നത് അല്ലേ, നമ്മൾ സുരക്ഷിതമായി എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും വൈയായിക കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ ഓക്കെ, അതൊന്നുമല്ല. വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടക്ക് മൊബൈൽ നോക്കുകയാണ്. ഒരു 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 നിമിഷത്തെ ഒരു അശ്രദ്ധ മതി ഒരു അപകടം ഉണ്ടാകാനും അതിൽ അത്രയും ഇരിക്കുന്ന ജനങ്ങളുടെ ജീവനും ജീവിതം എല്ലാം നഷ്ടപ്പെടാനും. അപ്പൊ ഇവനൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇതുപോലുള്ളവന്മാർക്കൊന്നും ഈ ഒരു ജോലിയിൽ തുടരാനുള്ള ഒരു യോഗ്യതയില്ല. ഞാൻ പറയുന്നത്, ഇതുപോലുള്ള സാഹചര്യങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുന്നതിന് പകരം കൊടുക്കണം അവന്റെ കർണക്കുറ്റി നോക്കി, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണണം. കാരണം ഇതുപോലെ ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോയും എടുക്കണം, അതേ സമയത്ത് അവിടെ പ്രതികരിക്കുകയും വേണം. കാരണം അവന്റെയൊക്കെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടക്ക് ആ ഒരു കയ്യില് വണ്ടിയും ഒരു കയ്യില് മൊബൈലും വെച്ച് നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ഇവനൊക്കെ ചെയ്യുന്ന എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഇതുപോലെ ബസ്സിലൊക്കെ കയറും? നമ്മൾ എങ്ങനെ കയറും? ഇതുപോലുള്ള ഓരോ അവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പല ജീവനുകളും റോഡുകളിൽ പൊലിയുന്നത് അല്ലെ, പല സ്ഥലങ്ങളിലും. അപ്പൊ ഇവർക്ക് എത്ര അപകടങ്ങൾ ഉണ്ടായാലും കണ്ടാലും കേട്ടാലും ഒന്നും ഒരു കൂസലും ഇല്ല. അവർക്കൊക്കെ അവരുടെ തോന്നിവാസം അങ്ങ് കാണിച്ചേക്കുക. ആ ബസ്സിലിരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പ്രതികരിക്കണം. ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ അല്ലെങ്കിൽ നാർത്തരങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. അതിന്റെ പേരിൽ എന്ത് വന്നാലും നേരിടാൻ തയ്യാറാകണം. അയാൾ ആ കാണിച്ച മറ്റേ തരം കൊണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലോ, എത്ര ജീവനുകൾ ഒരു ബസ്സിലുണ്ടാവും അല്ലേ? ഓരോ ഓരോ വീട്ടില് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെ ജോലിക്ക് പോകുന്നവരുണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവല്ലേ സ്കൂളിലൊക്കെ പോകുന്ന. എന്നിട്ട് ഇതുപോലുള്ള നായിന്റെ മക്കളൊക്കെ ബസ്സിൽ കയറിന്ന് ഓടിക്കുക, അതിനിടക്ക് ഫോൺ എടുത്ത് വെച്ച് അവന്റെ എന്ത് പറയാനാന്ന് പറയാം. ഇതൊക്കെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടണം. കാരണം ഇവരൊക്കെ പഠിക്കണം. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് എന്റെ ജോലി നഷ്ടമായി. ഇതൊക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. എവിടെയാണോ ഇവൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് എവിടെയാണോ പരാതി കൊടുക്കേണ്ടത് അവിടെ ഈ ഫോട്ടോയും തെളിവ് സഹിതം കാണിച്ച് പരാതി കൊടുക്കണം. ഇവനെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. എന്നാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. ഇനി ഒരിക്കലും ഇതുപോലുള്ള നാർത്തരങ്ങൾ ഇവന്മാരെ കാണിക്കരുത്.